നമസ്കാരം. പ്രധാന വാർത്തകൾ. പാതിവില തട്ടിപ്പ് കേസ്. ഷീബ സുരേഷിനെ 10 മണിക്കൂർ ചോദ്യം ചെയ്ത ഇഡി വീട്ടിൽ നിന്നും രേഖകൾ കണ്ടെടുത്തു. പാതിവില തട്ടിപ്പ് കേസിൽ സ്പിയാഡ്സ് ചെയർപേഴ്സൺ ഷീബ സുരേഷിനെ ഇഡി 10 മണിക്കൂർ ചോദ്യം ചെയ്തു. വിദേശത്തായിരുന്ന ഷീബയെയും ഭർത്താവിനെയും ഇടുക്കി കുമളിയിലെ വീട്ടിൽ വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്തത്. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇഡി സംഘത്തിന് ലഭിച്ചു. അനന്തകൃഷ്ണനുമായുള്ള ഇടപാട് സംബന്ധിച്ച രേഖകളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരുടെ മൊബൈൽ ഫോണും കസ്റ്റഡിയിലെടുത്തു. സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കുന്നതിനിടെ കാണാതായി. ഒടുവിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. പാലക്കാട് കൊട്ടേക്കാടിൽ കുളത്തിൽ കുളിക്കുന്നതിനിടെ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മുണ്ടക്കോട് സ്വദേശി വിപിന്റെ മൃതദേഹമാണ് അഗ്നിശമന സേനയുടെ തെരച്ചിലിൽ കണ്ടെത്തിയത്. പാഞ്ചിരിക്കാട്ടെ കുളത്തിൽ സുഹൃത്തിനൊപ്പം കുളിക്കുന്നതിനിടെയായിരുന്നു വിപിനെ കാണാതായത്. മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. സ്കൂട്ടറിൽ പോകവെ അമ്മയ്ക്കും മകൾക്കും വെട്ടേറ്റു. വലതു കൈക്കാണ് വെട്ടേറ്റത്. മലപ്പുറം തലപ്പാറയിൽ മുന്നിയൂർ പാലക്കൽ സ്വദേശി സുമി, മകൾ ഷബ ഫാത്തിമ എന്നിവർക്കാണ് വെട്ടേറ്റത്. സുമിയും ഷബയും സ്കൂട്ടറിൽ യാത്ര ചെയ്യവേ മറ്റൊരു സ്കൂട്ടറിൽ എത്തിയാൽ ഇവരുടെ വലതു കൈയിൽ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇരുവരെയും തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കായംകുളത്ത് 14 വയസ്സുകാരി ട്രെയിൻ തട്ടി മരിച്ചു. മാവേലിക്കര ഓലകെട്ടി സ്വദേശിനിയാണ് മരിച്ചത്. മാവേലിക്കര കായംകുളം കാക്കനാട് ഹോളി മേരി സ്കൂളിന് സമീപം ഇന്ന് വൈകിട്ടാണ് അപകടം സംഭവിച്ചത്. ഓലകെട്ടി അമ്പലം ചിത്രഭവനിൽ ഹരികുമാർ, രശ്മി ദമ്പതികളുടെ മകൾ ശ്രീലക്ഷ്മിയാണ് മരിച്ചത്. വൈകിട്ട് മരുന്ന് വാങ്ങാനെന്ന് പറഞ്ഞാണ് പെൺകുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിയത്. മെമു ട്രെയിൻ തട്ടിയാണ് അപകടമുണ്ടായത്. മാവേലിക്കര ഗേൾസ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഹരികുമാർ അടൂരിൽ വ്യാപാര സ്ഥാപനം നടത്തുകയാണ്. 5 വയസ്സുള്ള ശിവലയ സഹോദരിയാണ്. ഓട്ടോറിക്ഷ ഡ്രൈവറെ കാരണമില്ലാതെ മർദ്ദിച്ച പോലീസുകാരനെതിരെ നടപടി. കമ്പംമെട്ട് CI ഷമീർ ഖാനെ സ്ഥലം മാറ്റി. കൊച്ചി സിറ്റി സൈബർ സ്റ്റേഷനിലേക്കാണ് സ്ഥലം മാറ്റിയത്. പുതുവത്സര തലേന്നാണ് ഷമീർ ഖാൻ ഓട്ടോ ഡ്രൈവറായ കുരമരകംമെട്ട് സ്വദേശി മുരളീധരനെ ഇടുക്കി കൂട്ടാറിൽ വെച്ച് മർദ്ദിച്ചത്. മർദ്ദനത്തെ തുടർന്ന് നിലത്ത് വീണ മുരളീധരന്റെ പല്ലുകളിലൊന്ന് നഷ്ടപ്പെട്ടിരുന്നു. സംഭവം സംബന്ധിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുരളീധരൻ പരാതി നൽകി. എന്നാൽ CI ഷമീർ ഖാനെ വെള്ളപൂശിയാണ് കട്ടപ്പന ഡിവൈഎസ്പി റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതിനുശേഷം കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിൽ വെച്ച് തമിഴ്നാട് സ്വദേശിയായ ലോറി ഡ്രൈവറുമായി ഷമീർ സംഘർഷമുണ്ടാക്കിയിരുന്നു. ഇതെല്ലാം പരിഗണിച്ചാണ് ഷമീർ ഖാനെ സ്ഥലം മാറ്റിയത്.